നമസ്കാരം. കേരളം നമ്പർ 1 ആണെന്നാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും പാർട്ടി നേതാക്കളും വിവരവും വെള്ളിയാഴ്ചയുമില്ലാത്ത അന്തം കമ്മികളും ഇപ്പോഴും ഉളുപ്പില്ലാതെ പറയുന്നത്. ഇത് വിളംബരം ചെയ്യാൻ വേണ്ടി മാത്രം പൊതുഖജനാവിൽ നിന്ന് കോടിക്കണക്കിന് രൂപ മുടക്കിയാണ് പത്രപരസ്യങ്ങൾ നൽകിയതും നാടുനീളെ ഫ്ലെക്സ് ബോർഡുകൾ വെച്ചതും. കേരളത്തിൽ വലിയ കുതിച്ചുചാട്ടം നടത്തുകയാണെന്നാണ് സർക്കാർ ഇപ്പോഴും ഉളുപ്പില്ലാതെ അവകാശപ്പെടുന്നത്. എന്നാൽ അടിസ്ഥാന സൗകര്യങ്ങൾ പോലുമില്ലാതെ നട്ടം തിരിയുകയാണ് കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിൽ ഉൾപ്പെടെ ചികിത്സ തേടിയെത്തുന്ന സാധാരണക്കാർ. മാസ്റ്റർ പ്ലാൻ എന്ന് പറഞ്ഞ് നിർമ്മാണ പ്രവൃത്തികൾ ചെയ്യാൻ തുടങ്ങിയിട്ട് കൊല്ലം കുറയായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ. പക്ഷേ അടിസ്ഥാന സൗകര്യങ്ങളായ കിടക്കകളും കക്കൂസുകളും നൽകാൻ പോലും ഇതുവരെ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ വസ്തുത. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗം തലവൻ ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ വെളിപ്പെടുത്തൽ കേരളം കേട്ടത് ഞെട്ടലോടെയാണ്. എന്താണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ ഇന്നത്തെ അവസ്ഥ? നമുക്ക് നോക്കാം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മാസ്റ്റർ പ്ലാനിന്റെ പേരിൽ പ്രധാന കെട്ടിടങ്ങളിൽ പലതും പൊളിച്ചു മാറ്റിയതിനാൽ രോഗികൾ കിടക്കുന്നത് തറയിലും വരാന്തയിലുമൊക്കെയാണ്. കിടക്കയിലും മരുന്നും ഭക്ഷണ സാധനങ്ങളും സൂക്ഷിക്കുന്ന ഇടങ്ങളിലുമൊക്കെ പാറ്റയും മൂട്ടയും എലിയുമൊക്കെ ഇഷ്ടം പോലെയുണ്ട്. ഏറ്റവും കൂടുതൽ പേർ ചികിത്സ തേടിയെത്തുന്നത് ജനറൽ മെഡിസിൻ വിഭാഗത്തിലാണ്. 1, 2, 3, 4, 14, 28 എന്നീ 6 വാർഡുകളിൽ കിടക്കകളില്ല. നമ്പർ 1 കേരളത്തിലാണ് ഈ ദുരവസ്ഥയെന്ന് ഓർക്കണം. ഒന്നാമത് രോഗത്തിന്റെ അവശത. അതിനോടൊപ്പം കിടക്കാനുള്ള ബെഡ് കൂടി ഇല്ലാതായാലോ? ഒന്നോർത്തു നോക്കൂ. നിലവിൽ 623 കിടക്കകളുള്ള ഈ വാർഡുകളിൽ 323 കിടക്കകളെ ഇപ്പോഴുള്ളൂ. 300 എണ്ണത്തിന്റെ കുറവ്. രോഗികൾ തറയിൽ കിടക്കുന്നതും ഒരു ബെഡിൽ 2 പേർ കിടക്കുന്നതും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സാധാരണ കാഴ്ചയാണ്. കഴിഞ്ഞ ഒരു വർഷം മാത്രം 100-ലേറെ തവണയാണ് ലിഫ്റ്റുകളുടെ അറ്റകുറ്റപ്പണികൾ നടത്തിയത്. മിക്കവാറും ഏതെങ്കിലുമൊക്കെ ലിഫ്റ്റ് തകരാറിലാകുകയും ചെയ്യും. 18 ലിഫ്റ്റുകളാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലുള്ളത്. ഇതാകട്ടെ കൂടുതലും കാലപ്പഴക്കമുള്ളതും. 24 മണിക്കൂറും ലിഫ്റ്റ് തുടർച്ചയായി പ്രവർത്തിക്കുന്നതാണ് കേടുവരാൻ കാരണമെന്നാണ് ബന്ധപ്പെട്ടവർ പറയുന്നത്. ഇത് കേട്ടാൽ തോന്നും ലോകത്ത് ലിഫ്റ്റുള്ള ഒരേയൊരിടം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആണെന്നാണ്. കുറച്ചു മാസങ്ങൾക്ക് മുൻപാണ് ഒരു രോഗി മണിക്കൂറുകളോളം ഇവിടുത്തെ ലിഫ്റ്റിൽ കുടുങ്ങിയത്. പക്ഷേ കക്ഷി പാർട്ടിക്കാരനായതുകൊണ്ട് പരാതിയുമായൊന്നും പോയില്ല. അല്ല, പോയിട്ടും കാര്യമില്ല. ഈ ഭരണത്തിൽ എവിടെ പരാതി കൊടുത്തിട്ട് എന്തു കാര്യം? ഈ സംഭവത്തിന് ശേഷം രോഗിയും ഡോക്ടറുമടക്കം ലിഫ്റ്റിൽ കുടുങ്ങി. 15 വർഷം കാലപ്പഴക്കമുള്ള 9 ലിഫ്റ്റുകളാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലുള്ളത്. മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയയ്ക്കുള്ള ഉപകരണങ്ങൾ ആവശ്യത്തിനില്ല എന്നുള്ളത് പരസ്യമായ രഹസ്യമാണ്. ഓർത്തോ വിഭാഗത്തിൽ ശസ്ത്രക്രിയയ്ക്കുള്ള ഉപകരണങ്ങളും മറ്റു സാധനങ്ങളുമൊക്കെ രോഗികൾ തന്നെ സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് വാങ്ങി നൽകേണ്ട അവസ്ഥയാണുള്ളത്. ഓർത്തോ വിഭാഗത്തിൽ ഓപ്പറേഷന് വരുന്നവർ കയ്യിൽ നിന്ന് 2000 മുതൽ 5000 രൂപ വരെ മുടക്കി പൊട്ടലിന് ഇടുന്ന സ്റ്റീൽ റോഡ് വാങ്ങി നൽകണം. നോക്കൂ, തിരുവനന്തപുരം ജില്ലയിലെ ആദിവാസി മേഖലകളിൽ നിന്നുൾപ്പെടെയുള്ള പട്ടിണി പാവങ്ങൾ ജീവനും കയ്യിൽ പിടിച്ച് ഓടിയെത്തുന്ന ആശുപത്രിയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്. വിതുരയിലും കോട്ടൂരും ഞാറനീലിയും ഉൾപ്പെടെയുള്ള മേഖലകളിൽ നിന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തണമെങ്കിൽ 50 കിലോമീറ്ററിലേറെയുണ്ട്. ടാക്സിക്കൂലി മാത്രം 1500ഓളം രൂപയാകും. നേരാംവണ്ണം ജോലി പോലുമില്ലാത്ത ഈ പാവങ്ങൾ എന്തു ചെയ്യും? മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ പരിസരത്ത് സർജിക്കൽ സാധനങ്ങൾ കിട്ടുന്ന സർക്കാരിൻ്റെ ഉൾപ്പെടെ 3 സ്ഥാപനങ്ങളാണുള്ളത്. എന്നാൽ ഇതിൽ ഒരെണ്ണത്തിൽ മാത്രമേ എല്ലാ ഉപകരണങ്ങളും കിട്ടൂ. ബില്ല് ആവശ്യപ്പെട്ടാൽ അത് കൊടുക്കില്ല. എന്തെങ്കിലുമൊക്കെ ഒഴിവ് കഴിവുകൾ പറയും. അതിൽ നിന്നു തന്നെ വ്യക്തമാണല്ലോ തോന്നിയ വിലയ്ക്ക് വിൽക്കുന്നത് കൊണ്ടാണെന്ന്. ഇതിൽ പല ഉപകരണങ്ങളും ശസ്ത്രക്രിയയ്ക്ക് ശേഷം ആശുപത്രി ജീവനക്കാർ ഇതേ കടയിൽ എത്തിച്ച് പണം വാങ്ങുന്നു എന്ന പരാതിയും ഉയർന്നു വരുന്നുണ്ട്. 5 OP കൗണ്ടറുകളാണ് ഇവിടെയുള്ളത്. അതിൽ 3 എണ്ണത്തിൽ മാത്രമേ ജീവനക്കാരുണ്ടാകൂ. ഈ 3 എണ്ണത്തിൽ ഒരെണ്ണം ജീവനക്കാർക്ക് വേണ്ടി മാത്രമുള്ളതാണ്. ഇവിടെ നിന്ന് സാധാരണക്കാർക്ക് OP ടിക്കറ്റ് നൽകില്ല. അതായത് ഇവിടെ വരുന്ന 100 കണക്കിന് രോഗികൾ 2 കൗണ്ടറുകളിലായി ഒരുപാട് നേരം ക്യൂ നിൽക്കണം. ആയിരക്കണക്കിന് രോഗികളാണ് ഓരോ ദിവസവും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തുന്നത് എന്നോർക്കുക. OP ടിക്കറ്റ് കിട്ടാൻ വേണ്ടി ചിലർ അതിരാവിലെ തന്നെ എത്തും. പക്ഷേ അങ്ങനെ എത്തി ക്യൂ നിന്നാലും ടിക്കറ്റ് കിട്ടാൻ കുറഞ്ഞത് 9 മണിയെങ്കിലും ആകും. കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ നിന്നുള്ളവരൊക്കെ ആശ്രയിക്കുന്ന മെഡിക്കൽ കോളേജ് കൂടിയാണിത്. ദൂരസ്ഥലങ്ങളിൽ നിന്ന് വരുന്നവരുടെ കാര്യമാണ് ഏറ്റവും കഷ്ടം. 48 മൃതദേഹങ്ങൾ സൂക്ഷിക്കാനുള്ള ചേംബറുകളാണ് മോർച്ചറിയിലുള്ളത്. ഇതിൽ 10ഓളം ചേംബറുകൾ വാതിലുകൾ പൊളിഞ്ഞും കംപ്രസറുകൾക്ക് കേടുപാടുകൾ പറ്റിയും മിക്കവാറും തകരാറിലായിരിക്കും. ഒരേ സമയം 48 മൃതദേഹങ്ങൾ എത്താറില്ലെന്നും അടിയന്തര സാഹചര്യങ്ങൾ ഉണ്ടായാൽ അത് കൈകാര്യം ചെയ്യാനായി 3-4 ചേംബറുകൾ മാറ്റിവെച്ചിട്ടുണ്ടെന്നും അതുകൊണ്ട് തന്നെ പ്രശ്നമൊന്നും ഇല്ലെന്നുമുള്ള വിചിത്ര ന്യായമാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മെഡിക്കൽ കോളേജിലെ അവസ്ഥ ഇതാണെങ്കിൽ മറ്റുള്ള സർക്കാർ മെഡിക്കൽ കോളേജുകളുടെയും ആശുപത്രികളുടെയും അവസ്ഥ നമുക്ക് ഊഹിക്കാവുന്നതിനേക്കാൾ എത്രയോ ദയനീയവും ഭീകരവുമായിരിക്കും.
നമ്മുടെ മുഖ്യമന്ത്രിയോ ആരോഗ്യമന്ത്രിയോ മറ്റേതെങ്കിലും മന്ത്രിമാരോ ഇവരുടെയൊക്കെ ഉറ്റ ബന്ധുക്കളോ കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ ചികിത്സിക്കാനുള്ള ധൈര്യം കാണിക്കുമോ? ഇല്ല. അവരുടെ ചികിത്സകൾ വിദേശത്തും സ്വദേശത്തുമുള്ള പഞ്ചനക്ഷത്ര ആശുപത്രികളിൽ പൊതുജനങ്ങളുടെ നികുതിപ്പണം ചെലവാക്കിയിട്ടാണ്. ഒരു ഡോക്ടർ ഹാരിസ് ചിറക്കൽ ഉള്ളതുകൊണ്ട് ഇക്കാര്യം പുറം ലോകമറിഞ്ഞു. എല്ലായിടങ്ങളിലും ഹാരിസ് ചിറക്കലിനെ പോലെയുള്ളവർ ഇല്ലാത്തതുകൊണ്ടാണ് പലതും പുറം ലോകമറിയാത്തത്. അറിഞ്ഞാലും ഇതിന് ഉത്തരവാദികളായവരെ ഒരു ചുക്കും ചെയ്യാൻ കേരളത്തിലെ പ്രതികരണശേഷിയില്ലാത്ത വോട്ടുകുത്തൽ നികുതിയൊടുക്കൽ യന്ത്രങ്ങളായ മനുഷ്യപാവകൾക്ക് കഴിയുകയുമില്ല. ഈ ദുരവസ്ഥയെ പോലും ഉളുപ്പും മനസാക്ഷിക്കുത്തുമില്ലാതെ ന്യായീകരിക്കുന്ന സൈബർ അടിമക്കമ്മിയുടെ മുഖത്തേക്ക് കാർക്കിച്ച് നീട്ടി തുപ്പിക്കൊണ്ട് നിർത്തുന്നു. വീണ്ടും കാണാം.